ഇന്ന് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഗ്രേറ്റ് ലീഡർ മിസ്റ്റർ പ്രദീപാണ്. VM പ്രദീപ്. പ്രദീപ് സാറ് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെങ്കിലും അതിനകത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആലോചിക്കാൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം പറയുന്നതിൽ നിന്ന് എന്ത് കാര്യം ഉപയോഗപ്രദമാകും എന്ന് വളരെ ശ്രദ്ധിച്ചിരിക്കുക. സോ ഒരു പക്ഷേ നമ്മളൊരു ഹ്യൂജ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും അദ്ദേഹത്തിൽ നിന്നും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സമയം എടുക്കുന്നില്ല. പ്ലീസ് വെൽക്കം മിസ്റ്റർ VN പ്രദീപ്. താങ്ക് യു ചേട്ടാ. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ് യെസ്. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മളൊരു പുതിയ മാസത്തിലെ ഒരു പുതിയ സൺഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും കേട്ട് നമുക്ക് പരിചയമുള്ളൊരു ബുക്കിൽ നിന്നാണ്. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്ന ഡെയിൽ കാർണഗിയുടെ ബുക്കിലെ ചെറിയ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ ഒത്തിരിയധികം നമ്മുടെ ബിസിനസ്സുമായിട്ട് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സക്സസ് ആകാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നില്ല. എന്നാലും കുറച്ച് പ്രധാന കാര്യങ്ങൾ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതില് നമ്മൾ സാധാരണ ബിസിനസ്സിൽ ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമ്മുടെ ബിസിനസ്സിൽ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഏറ്റവും വലിയൊരു പ്രധാന കാര്യം, വി ആർ ഡൂയിങ് എ പീപ്പിൾസ് ബിസിനസ് അല്ലെ. ബിസിനസ് എല്ലാം പീപ്പിൾസ് ബിസിനസ് ആണ്. എന്നാൽ പോലും ഇത്രയധികം ആളുകളെ നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് എ പീപ്പിൾസ് ബിസിനസ്. അപ്പൊ എങ്ങനെ നമുക്ക് ഹൗ ടു ഹാൻഡിൽ പീപ്പിൾ, അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. ആളുകളെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, ആളുകളെ എങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, അവരുമായിട്ട് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അതിൽ ചില പ്രിൻസിപ്പിൾസ് ആണ് ഈ ബുക്കിൽ പറയുന്നത്. ഫസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ ഇതാണ്: ഡോണ്ട് ക്രിട്ടിസൈസ്, കണ്ടം ഓർ കംപ്ലെയിൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളുമായിട്ട് നല്ല റിലേഷൻസ് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ ഈ ആളുകളുടെ റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഇതാണ്: ക്രിട്ടിസൈസ് ചെയ്യരുത് അവരെ ഒരിക്കലും. ആളുകൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താ? ആളുകൾക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, നമുക്കും താല്പര്യമില്ല അല്ലെ. നമ്മൾ ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്നൊരാൾ നമ്മൾ മുഖത്ത് നോക്കി പറയുന്ന അത്രയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേറൊരു കാര്യം ഉണ്ടാകും അല്ലെ. അപ്പൊ ആളുകളെ നമ്മൾ വിമർശിക്കാതിരിക്കുക, അനാവശ്യമായി നമ്മൾ വിമർശിക്കാതിരിക്കുക ഒരു പ്രധാന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അപലപിക്കാതിരിക്കുക. കണ്ടം എന്ന് പറഞ്ഞാൽ അപലപിക്കുക എന്നാണ്. അതായത് നമ്മൾ പറയില്ലേ, ഞാൻ ഈ ഇദ്ദേഹം ചെയ്തതിനെ അപലപിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അയാൾ പറഞ്ഞ മുഴുവൻ തെറ്റാണെന്ന് നമ്മൾ സ്ഥാപിക്കുകയാണ്. അതും പാടില്ല. പരാതിപ്പെടാനും പാടില്ല. അയാൾ ചെയ്ത മൊത്തം തെറ്റാണെന്നുള്ള രീതിയിൽ പരാതിയുടെ രീതിയിൽ ചില ആൾക്കാരെ കണ്ടില്ലേ, പരാതിപ്പെട്ടിന്ന് അവരെ പറയുന്നത് തന്നെ. എന്ത് കണ്ടാലും അവർ അതിൻ്റെ അകത്തെ കുറ്റം കണ്ടെത്തും, അതിലെ പരാതി അവർ കണ്ടെത്തി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ആരെ കുറിച്ചാണോ പരാതി പറഞ്ഞത് അയാൾക്കും ഇയാളെ ഇഷ്ടം ഉണ്ടാവില്ല. ഇയാൾ എപ്പോഴും ഈ പരാതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തെ ഇഷ്ടം ഉണ്ടാവില്ല. ഹി കാനോട്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഹി കാനോട്ട് മേക്ക് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ ആളുകളെ അപലപിച്ചുകൊണ്ടോ വിമർശിച്ചുകൊണ്ടോ പരാതിപ്പെട്ടുകൊണ്ടോ ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ ഉള്ള സംസാരം നിർത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് നല്ല റിലേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരാളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഒരാൾ നല്ല കാര്യം ചെയ്തു, നമ്മള് ആളുകളുടെ മുമ്പിൽ വെച്ചത് പറയില്ല. കൊള്ളാം, നിങ്ങൾ ചെയ്ത നല്ല കാര്യം നമ്മൾ പറയുമോ? ഇല്ല. എങ്ങനെ പറയും? പതുക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ സ്വകാര്യമായിട്ട്, ചിലപ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ ആയിരിക്കും വിളിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഓഫീസിന്റെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, ആ കൊള്ളാട്ടോ, ചെയ്തത് കൊള്ളാം അല്ലെ. തിരിച്ച് അയാൾ ചെയ്ത വലിയൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ, അയാൾ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ പൊതുവായിട്ട് ആൾക്കാർ നിൽക്കുന്നിടത്ത് വെച്ചോ നമ്മൾ അയാളെ മോശമായിട്ട് സംസാരിക്കും. നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയും. അത് ശരിയാണോ? ഇപ്പൊ പറഞ്ഞ രീതിയാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? സത്യത്തിലല്ല.
സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട, അയാളെ ചെയ്തതിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ ചെയ്തതിൽ ചിലപ്പോൾ ചെയ്തതിൽ ഒരു പോരായ്മ ഉണ്ടാവാം, സംഭവിക്കാമല്ലോ. മർത്യന്റെ കൈപ്പിഴ ജന്മസിദ്ധം എന്നാണല്ലോ കവി പാടിയത്. അപ്പൊ അതുകൊണ്ട് തെറ്റൊക്കെ സംഭവിക്കാം. അപ്പൊ അയാളെ എന്ത് ചെയ്യണം? അയാളെ സ്വകാര്യമായിട്ട് വിളിച്ച് നമ്മളൊന്ന് അയാൾ നമ്മൾ മാത്രമായിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ പറയാം, നിങ്ങൾ അന്ന് ചെയ്തതിൽ ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്, അത് പറയാം. പക്ഷെ അയാളെ എങ്ങനെ പ്രൈസ് ചെയ്യണം? അയാൾ ചെയ്തത് നല്ലതാണെങ്കിൽ എവിടെ വെച്ച് പറയണം? അതൊരു മീറ്റിങ്ങിൽ വെച്ചോ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കൂടി നിൽക്കുന്ന മധ്യത്തിലോ അങ്ങനെയുള്ള സ്ഥലത്ത് അയാളെ കുറിച്ച് നല്ലത് പറയാം. പക്ഷെ പലപ്പോഴും 99% തിരിച്ചാണ് സംഭവിക്കാറുള്ളത്, അല്ലെ? അപ്പൊ അത് നമ്മൾ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഒരാളിൽ താല്പര്യം ജനിപ്പിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ബിസിനസിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചോ ആൾക്കാരോട് സംസാരിക്കുന്നു. പക്ഷെ അതിൽ റിസൾട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രോഡക്റ്റ്, നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ കടയിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് പല പ്രൊഡക്റ്റുകളും ആൾക്കാർ കൊണ്ടുവരും. അത് നമുക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടതാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും കാർ വാഷ് കാറോ ബൈക്കോ ഇല്ലാത്തടത്ത് വിറ്റിട്ടുണ്ടോ? ഇല്ല. ഞാൻ വിറ്റിട്ടുണ്ട്. ഇപ്പോഴത്തെ കാർ വാഷ് അല്ല, മുമ്പ് സാഷെ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും അല്ലെ? സാഷെ പാക്കറ്റ്സ് ആയിട്ട് കൊണ്ടുണ്ടായിരുന്നു. അത് ഞാൻ വിറ്റിട്ടുണ്ട്. അതെവിടെയാ? സൈക്കിളോടൊത്ത. അപ്പൊ കാറും ഇല്ല ബൈക്കും ഇല്ല. ഞാൻ നോക്കി ഇയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനവും ഇല്ല. തീരെ പാവപ്പെട്ടവരാ. അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇത് നല്ലതാണ്, ഈ സൈക്കിള് കഴുകാൻ നല്ലതാണ്. അയ്യോ, ഇത് കാർ വാഷ് അല്ലേ? ഞാൻ പറഞ്ഞു, കാർ വാഷ് പോലെ, കാർ വാഷ് എന്ന് പറഞ്ഞാലും ഏത് മെറ്റാലിക് ആയിട്ടുള്ള എവിടെ വേണേലും നമുക്ക് ഇത് കഴുകാൻ പറ്റും, സൈക്കിള് കഴുകാൻ പറ്റും. അപ്പൊ അയാൾക്ക് അത് ആവശ്യമുണ്ടെന്ന് തോന്നിയോണ്ടല്ലേ അയാൾ എന്റെ ഇത് വാങ്ങിച്ചത്, അല്ലെ? സൈക്കിള് കഴുകാനാണെങ്കിൽ ഈ കാർ വാഷ് ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അയാൾ വാങ്ങിക്കുന്നത്. നമ്മളിപ്പോ കടയിൽ ചെന്ന് ഷർട്ട് എടുക്കാനാണ് നമ്മൾ പോകുന്നത്. അവിടെ ഷർട്ടൊക്കെ എടുത്ത് ഇഷ്ടപ്പെട്ട് നമ്മൾ പോരാൻ തുടങ്ങുമ്പോൾ സെയിൽസ്മാൻ പറയാണ്, സാറേ പാന്റ് ഒന്നും എടുക്കുന്നില്ലേ? ചോദിക്കില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും, അല്ലെ? ഷർട്ട് എടുക്കാൻ പോയി ചോദിക്കും, പാന്റ് ഒന്നും വേണ്ടേ? അപ്പൊ നമ്മൾ മിക്കവാറും എന്തായിരിക്കും പറയാ? ഇല്ല, പാന്റ് വേണ്ട, പാന്റൊക്കെ ഉണ്ട്. നമ്മള് ഷർട്ടാണോ പാന്റാണോ നമുക്ക് കൂടുതൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഷർട്ടല്ലേ നമുക്ക് കൂടുതൽ, ശരിയല്ലേ? എനിക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ സെയിൽസ്മാൻ നമ്മളെ കൊണ്ട് ഒരു പാൻസ് എടുപ്പിക്കാൻ നോക്കും, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? നമുക്കറിയാം ഷർട്ടിന്റെ അത്രയും പാൻസ് വേണ്ട. അപ്പൊ നമ്മളിൽ താല്പര്യം അയാൾ ജനിപ്പിക്കണം, എന്നാലേ നമ്മൾ വാങ്ങിക്കുള്ളൂ, ശരിയല്ലേ? അപ്പൊ അയാൾ പറയാ, സാറേ ഇപ്പൊ എടുത്തേക്കുന്ന ഷർട്ടിന് ക്രീം പാന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, എടുപ്പായിരിക്കും, അല്ലേ? അപ്പൊ നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കി, ശരിയാണല്ലോ, എന്നാ ഒരെണ്ണം നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെടുത്ത ആ ഷർട്ടും ചിലപ്പോൾ ബ്ലാക്ക് ഷർട്ട് ആയിരിക്കും, അതും ആ ക്രീം പാന്റും കൂടെ കൂടി നമ്മൾ പോയിട്ട് ട്രയൽ റൂമിൽ ചെന്ന് നമ്മൾ ഇട്ടു നോക്കി. അപ്പൊ കൊള്ളാം, സംഭവം കൊള്ളാം, അല്ലെ? ബ്ലാക്ക് ഷർട്ട്, അതായത് ചെക്ക് ഷർട്ട്, ബ്ലാക്ക് കളറിലുള്ള ചെക്ക് ഷർട്ടും ക്രീം പാന്റും കൂടെ ഇട്ടപ്പോ നമ്മളെ കാണാൻ കൊള്ളാന്ന് നമുക്ക് തന്നെ തോന്നുന്നു. കാരണം സെയിൽസ്മാൻ പറഞ്ഞല്ലോ, സാർ ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഇറങ്ങി വരുവാണ് ഇതൊക്കെ ഇട്ടിട്ട്. അപ്പൊ പുള്ളി എന്ത് പറയും? ഇത് അടിപൊളിയാ സാറേ, ഞാൻ പറഞ്ഞതിനേക്കാളും അടിപൊളിയാ സാർ ഇട്ട് കഴിഞ്ഞപ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാ ഇപ്പൊ വേണ്ട കേട്ടോ എന്ന് പറയുമോ? നമ്മൾ എന്തായിരിക്കും ചെയ്യാ? എന്നാ പിന്നെ ഇതും കൂടെ എടുത്തോളാം പറയും, ശരിയല്ലേ? അപ്പൊ എന്തുകൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്തു? ചിലപ്പോ 1000 രൂപയുടെയാണ് ഈ പാന്റ്, അല്ലെ 1200 രൂപയുടെ. എന്തുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തു? അയാൾ നമ്മളിൽ താല്പര്യം ജനിപ്പിച്ചു. ഇതാണ് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് പ്രൊഫഷണലുള്ള ഒരാളുടെ കഴിവാണ്. അപ്പൊ ഈ രീതിയിൽ മറ്റുള്ളവരിൽ താല്പര്യം ജനിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇത് മൂന്നും പ്രിൻസിപ്പിൾസ് ആണ്. ആളുകളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ ഈ പറഞ്ഞ മൂന്നും. എന്നാൽ നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മളൊരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ, അതായത് ആളുകളുടെ ഒരു സെയിൽസ് ടീം നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ എന്താ ചെയ്യാൻ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു, നമ്മൾ ഈ ബിസിനസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ കൂടെ എങ്ങനെയുള്ള ആളുകളായിരിക്കും വരിക? നമ്മളെപ്പോലെ തന്നെയുള്ള ആളുകളായിരിക്കും വരുന്നത് മൊത്തം? ഒരിക്കലും സംഭവിക്കില്ല. എന്തുകൊണ്ട്? ഓരോ ആൾക്കാരും യുണീക്കാണ്. എന്നെ പോലെ അല്ല നിങ്ങൾ. നിങ്ങളുടെ ടീമിൽ 10 പേരോ 100 പേരോ ഉണ്ടെങ്കിൽ, അല്ലെ 50 പേരോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ ഇവരെല്ലാം നമ്മളെ പോലെ ഉള്ളവരാണോ? ഒരിക്കലും അല്ല. നമ്മളുമായിട്ട് ഒരു തരത്തിലും മാച്ചാവില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മുടെ ടീമിൽ, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെയുള്ള ആൾക്കാരല്ലേ നമ്മളെ പോലെ ഉള്ളവരല്ല അവര്. അപ്പൊ പിന്നെ ഈ ബിസിനസ് സക്സസ് ആവാൻ എന്താ മാർഗം?
ആളുകളെ നമ്മളെ പോലെ ആക്കുക. അവര് നമ്മളെ പോലെ അല്ല, പക്ഷെ അവര് നമ്മളെ പോലെ ആക്കുക. നമ്മൾ ചിലപ്പം ആളുകളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കും, പക്ഷെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഒരാൾ ചിലപ്പോൾ ആളുകളുമായിട്ട് ഒരിക്കലും സംസാരിക്കില്ലാത്തവരാണ്. നമ്മൾ ചിലപ്പോൾ ആളുകളെ കാണുമ്പോൾ ചിരിക്കാത്ത ആളായിരിക്കും, നമ്മളെ ജോയിൻ ചെയ്ത ആൾ ചിരിക്കുന്ന ആളായിരിക്കും. ഇങ്ങനെ പല പല രീതിയിലുണ്ട്. പിന്നെ ചില ആൾക്കാര് നിരന്തരമായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവരായിരിക്കും, മറ്റു ചിലർ അങ്ങനെയായിരിക്കും. ചിലർ ആൾക്കാരുമായിട്ട് നല്ല റിലേഷൻ ബിൽഡ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും, മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ ടീമിൽ വരുന്നവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ യുണീക്ക് ആയിട്ട് ആൾക്കാരാണ്. അപ്പോ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, നമ്മുടെ സെയിൽസ് ടീം ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കണം ആ സെയിൽസ് ടീം? നമ്മളിൽ കുറെ ചേഞ്ചസ് വരുന്നു അല്ലെ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പുസ്തകങ്ങൾ വായിച്ചും കാസറ്റ്സ് കേട്ടും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്തും അപ്ലയൻസുമായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്തും അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അപ്പൊ നമ്മളെ പോലെ മറ്റുള്ളവരെ ആക്കണം അല്ലെ. നല്ലൊരു സെയിൽസ് ടീം, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, നമ്മളെ പോലെ അല്ലാത്ത ഒരു ആൾക്കാരുടെ ഒരു ടീം നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ ടീം എന്ന് പറയാൻ പറ്റില്ല. സെയിൽസ് ടീം അല്ല, ഏത് ടീം, നിങ്ങളൊരു ഫുട്ബോൾ ടീം അല്ലെ ക്രിക്കറ്റ് ടീം എടുത്തു നോക്കി, അവരെല്ലാം ഒരേപോലെ ചിന്തിക്കുന്ന സമയത്ത്, ഇപ്പൊ ഇന്ത്യക്ക് അടുത്തിടെ 2020 വേൾഡ് കപ്പ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ മനസ്സോടെ ഒരേ ടീമായിട്ട് അവർ ചിന്തിച്ച ഒരു സിറ്റുവേഷനിലാണ് അത് കിട്ടിയത്, അല്ലാതെ കിട്ടില്ല അല്ലെ. ഏതറ്റം വരെ നമ്മൾ ഈ ടീം എന്നുള്ള രീതിയിൽ പോകും എന്നാൽ ചിലപ്പോൾ കളി കണ്ടവരോ അല്ലെ അതിനെ കുറിച്ച് പത്രത്തിൽ വായിച്ചപ്പോഴോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, തോൽക്കാൻ സാധ്യത ഉണ്ടായിരുന്നവരടുത്തു നിന്നാണ് ജയിച്ചത്. അപ്പൊ അത് ടീം എന്നുള്ള രീതിയിൽ ഒരു വന്നില്ല. അപ്പൊ മറ്റുള്ളവരെ നമ്മളെ പോലെ ആക്കണം, എന്നാലേ നമ്മുടെ ഒരു ടീമായിട്ട് അത് മാറും. അതിനെന്ത് ചെയ്യണം? അതിന് ഒരു 5-6 കാര്യങ്ങളുണ്ട്, അതും കൂടെ ഞാൻ പറയാം. ഒന്ന്, നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ താല്പര്യമുള്ളവരാകുക. അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യണം നമുക്ക് അവരിൽ താല്പര്യമുണ്ട്, നമ്മളവരിൽ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ അല്ലെ അവരുടെ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവണം. അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം, അല്ലാതെ നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നമുക്ക് പരിഹരിക്കാം എന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. നിനക്ക് ഈ ബിസിനസ് സക്സസ് ആവണോ, നമുക്ക് ചെയ്യാം എന്ന് പറയുന്നതല്ല, അത് ആത്മാർത്ഥമായിട്ട് ആണ് പറയുന്നത് എന്ന് അവർക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് അവർ നമ്മളെ പോലെ ആകുകയും നമ്മുടെ സെയിൽസ് ടീമിൽ ഒരു ടീം എന്നുള്ള രീതിയിൽ ആവുകയും ചെയ്യുന്നത്. നമ്മുടെ കൂടെ ആൾക്കാർ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്കൊരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂ പരിഹരിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഇഷ്യൂ പരിഹരിക്കാൻ പറ്റിയ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്താലേ നമ്മളെ പോലെ ആവുള്ളൂ. നമ്മളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇപ്പൊ നമ്മളെങ്ങനെ ഒരാളുടെ കൂടെ ബിസിനസ് ജോയിൻ ചെയ്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മളെങ്ങനെ ഒരാളുടെ കൂടെ ബിസിനസ് ജോയിൻ ചെയ്തത്, നമ്മളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു സാമ്യം നമ്മളെ കണ്ടു അല്ലേ. നമ്മൾ ചിലപ്പോൾ വലിയൊരു പ്രോഗ്രാം, ഒരു മീറ്റിംഗ് കണ്ടപ്പോഴായിരിക്കും, അപ്പം അവിടെ നമ്മളെ പോലെ നമ്മുടെ പ്രൊഫഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാള് ഈ ബിസിനസ് സക്സസ് ആയതായിട്ട് നമ്മൾ 10 ലക്ഷം രൂപയുടെ ബിസിനസ്, 10 ലക്ഷം രൂപയുടെ കടമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ബിസിനസ് പ്ലാൻ കാണുന്നതെന്നില്ല. അപ്പൊ നമ്മളൊരു മീറ്റിംഗിൽ പോയി കണ്ടപ്പോ എന്ത് മനസ്സിലായി, അവിടെ 50 ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്ന ഒരാൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് വലിയ സക്സസ് ആയി. അയാൾ തന്നെ പറയുകയാണ് അയാളുടെ കഥ. അപ്പൊ നമുക്ക് തോന്നിയോ അയാൾ 50 ലക്ഷം രൂപയുടെ കടം ഉണ്ടായിട്ട് ഇയാൾ സക്സസ് ആയില്ല, അപ്പം എനിക്കും 10 ലക്ഷം രൂപ കടമുള്ള എനിക്കും ഇത് ചെയ്ത് സക്സസ് ആകാൻ പറ്റുമെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളൊരാളെ ബിസിനസ് ഐഡിയ കാണിക്കുമ്പോൾ, പ്രോഡക്റ്റ് പറയുമ്പോൾ അവരിൽ ഇൻട്രസ്റ്റഡ് ആണ് നമ്മൾ, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ റെഡിയാണ്, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവരുടെ ഡ്രീംസിലേക്ക് എത്തിക്കാൻ നമ്മൾ റെഡിയാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന രീതി ആണെങ്കിൽ അവർ നമ്മളെ പോലെയാവും, നമ്മുടെ കൂടെ വരും. പിന്നെ രണ്ടാമത്തെ കാര്യം സ്മൈൽ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുക. പലപ്പോഴും പല ആൾക്കാർക്കും ഫ്രണ്ട്സ് ഇല്ലാത്തതിന്റെ ഒരു കാരണം എന്തായിരിക്കും? ചിലർ പറയും എനിക്ക് വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും? ഇയാൾ റോഡിലൂടെ ഇറങ്ങി കഴിഞ്ഞാല് ഒന്നുകിൽ മുകളിലേക്ക് നോക്കി നടക്കുക, അല്ലെങ്കിൽ താഴേക്ക് നോക്കി നടക്കുക, അല്ലെങ്കിൽ നേരെ നോക്കിയാൽ മുഖം വീർപ്പിച്ചിരിക്കും, ചിരിക്കുന്നില്ല. നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ ആണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാലും, ഇപ്പൊ ചിലപ്പോ ഒരു കാറ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എതിരെ ഒരു കാറുകാരൻ വന്നു വിചാരിക്കുക, അയാള് റോങ് ആയിട്ട് കയറി വന്നു, എന്നിട്ട് ചിലപ്പോ നമ്മൾ രണ്ടെണ്ണം പറയാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോ ആയിരിക്കും അയാൾ എന്ത് ചെയ്യും, ചിരിച്ചു കാണിക്കും. അപ്പൊ നമ്മൾ സാധാരണ ഇത് ചോദിക്കാൻ പറ്റും, നീ എന്നടാ ഇത് കാണിച്ചിട്ട് ചിരിക്കുന്നതെന്ന് ചോദിക്കില്ല. അയാൾ ചിരിച്ചപ്പോ നമ്മൾ റിലാക്സ് ആയി, നമ്മളും ചിരിച്ചിട്ട് വണ്ടി ഓടിച്ചു, പ്രശ്നങ്ങളെ പരിഹരിച്ചു.
തിരിച്ച് അയാൾ ചിരിക്കുന്നില്ല, ദേഷ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കും ദേഷ്യം. അപ്പൊ ഈ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് ഈ രണ്ടാമത് പറഞ്ഞത്, നമ്മൾ ചിരിക്കുക. ഹൃദയം തുറന്ന് ചിരിക്കുക എന്നുള്ളതാണ്. ആരെ പരിചയമുള്ളവരെ കണ്ടാലും അല്ലാത്തവരെ കണ്ടാലും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായാലും ഇല്ലെങ്കിലും ചിരിക്കുക എന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഒരു ആളുടെ പേര്, ഒരു വ്യക്തിയുടെ പേര്, ഒരാൾക്ക് അയാളുടെ പേര് ചൊല്ലി നമ്മൾ വിളിക്കുന്നു. അതാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് ഏതാന്ന് വെച്ചാൽ, ഇപ്പോ ബാബുരായ ഡോക്ടറോട് ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതാന്ന് വെച്ചാൽ, ബാബുരായ ഡോക്ടർ പറയും എനിക്ക് ഇഷ്ടമുള്ളത് ഇന്ന വാക്കാണ് എന്നൊക്കെ പറയും. അമ്മ എന്നുള്ള വാക്കാണ് എനിക്ക് ഇഷ്ടം, വീട് എന്നുള്ള വാക്കാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ സത്യമല്ല സാറ് പറയുന്നത്. സത്യത്തിൽ സാറിന് ഇഷ്ടമുള്ളത് എന്താണ്? സാറിന്റെ പേരാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. സാറിന്റെ പേര് ചൊല്ലി സാറിനെ വിളിക്കുന്നു, അല്ലേ? സത്യമല്ലേ? നമുക്ക് ഇഷ്ടമുള്ളതല്ലേ? നമ്മളൊരു 100 പേര് ഇരിക്കുന്ന ഒരു സദസ്സ്, അപ്പൊ അതില് ഇടയ്ക്ക് നമ്മളോട് പറയാ പേര് വിളിച്ചിട്ട് ഇങ്ങ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അറിയോ? വേണ്ട, ഞാനിപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പം 100 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 100 കുട്ടികളുടെ ക്ലാസ്സിൽ നമ്മൾ ചിലപ്പോൾ ഇരിക്കുന്ന ഒരുത്തനെ അനീഷ്, ചിലപ്പോൾ ഒരു അനീഷൊക്കെ കാണും. അനീഷ് ഇത് വന്ന് ബോർഡൊന്ന് ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഓടി വരും. എന്തുകൊണ്ടാ? അനീഷിന് വലിയൊരു റെക്കഗ്നീഷനാണ്. 100 പേര് ഇരിക്കുന്നതിൽ നിന്ന് സാറിനെ പേരെടുത്ത് വിളിച്ചു. പലപ്പോഴും സംഭവിക്കുന്ന ഈ ആളുകളെ പേര് നമ്മൾ അറിയില്ല, അല്ലെ പേരറിയാമെങ്കിലും പേര് പറഞ്ഞ് നമ്മൾ വിളിക്കില്ല. അപ്പൊ ഏറ്റവും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയൊരു മാർഗമാണ് അവളെ പേര് ചൊല്ലി അവരെ വിളിക്കുക എന്നുള്ളത്. അവരുടെ പേര് കേൾക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് അവരുടെ പേര് നമ്മൾ മനസ്സിലാക്കുക, കറക്റ്റ് ആയിട്ട് പേര് മനസ്സിലാക്കുക. അല്ലാണ്ട് കുടുംബചരിത്രം ഒന്നും പഠിക്കണമെന്ന് ഒരു നമ്മൾ വിചാരിക്കും ഇനി ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പഠിക്കണം, എന്റെ ടീമിൽ 100 പേരുണ്ട്, ഇവരുടെ മൊത്തം ഡീറ്റെയിൽസ് പഠിക്കാൻ പറ്റും. അതൊന്നും വേണ്ട, അവരുടെ പേരെങ്കിലും പഠിച്ചിരിക്കുക. എവിടെയെങ്കിലും വെച്ച് കണ്ടപ്പോ തന്നെ, മീറ്റിംഗ് കണ്ടപ്പോ തന്നെ, ഹായ് സുരേഷ് എന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ പറയുന്നിടത്ത് വരുവാണ്, അല്ലെ? അത്ര സിമ്പിളാണ് നമ്മൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ കാര്യം, ബി എ ഗുഡ് ലിസണർ. ഒരു നല്ല ശ്രോതാവായിട്ടിരിക്കുക. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു പോരായ്മ, അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാവുന്ന വലിയൊരു തെറ്റെന്ന് പറയുന്നത്, നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറെ എടുത്തോ, നമ്മളൊരു കസ്റ്റമറുടെ അടുത്തോ, അല്ലെങ്കിൽ നമ്മൾ പ്രോസ്പെക്റ്റിന്റെ അടുത്തോ ചെല്ലുമ്പോൾ ആരായിരിക്കും അധികം സംസാരിക്കുക? നമ്മളായിരിക്കും സംസാരിക്കുക. പക്ഷെ സത്യത്തിൽ അതൊരു ഫലപ്രദമായ കാര്യമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ തന്നെ സംസാരിക്കുന്നു, അവരെ കൊണ്ടൊന്നും പറയിക്കുന്നില്ല. നമ്മൾ പറയുകയാണ് ഞാൻ ജോയിൻ ചെയ്തിട്ട് ബിസിനസ് ജോയിൻ ചെയ്തു, ഇന്ന പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു, ഞാൻ ബിസിനസ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇത്ര ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റി, എനിക്ക് ഇത്ര പൈസയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റി, ഞാൻ ഭയങ്കര സക്സസ് ആയി, നിങ്ങൾക്ക് ഇത് ചെയ്തതിന് സക്സസ് ആവും, നിങ്ങൾക്ക് സക്സസ് ആവാൻ തോന്നുന്നില്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ടിരുന്ന അവരെന്ത് പറയും അവസാനം? നിങ്ങൾ സക്സസ് ആയി, എനിക്ക് പക്ഷെ ഇപ്പൊ താല്പര്യമില്ലെന്ന് പറയും, അല്ലെ? മറിച്ച് നമ്മൾ അവരോട് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക. അവരോട് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക, നമ്മൾ ലിസണർ ആയിട്ടിരിക്കുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ലിസൺ ചെയ്യാനായുള്ള ആൾക്കാരുണ്ടാവുന്ന ഇഷ്ടമാണ്, അല്ലെ? നമുക്കൊരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രധാന ഒരു എയിം ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരാളോട് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ചില ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ എയിംസ്, ഇത് വേറെ ആൾക്കാരോട് പറയുമ്പോൾ അവർ കേൾക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം, അല്ലേ? നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ റെഡിയാവുന്നു. ചില ആൾക്കാർ പറയില്ലേ, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞ എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് പകരം നമ്മൾ അവരെ എന്താണ്, ശരിക്കും അവര് പറഞ്ഞ് കേൾക്കുന്നു, ഒരു ലിസണറായിട്ട് നമ്മൾ മാറുന്നു എന്ന് കാണുമ്പോൾ അവര് നമ്മളെയും കേൾക്കാൻ റെഡിയാണ്. അപ്പൊ നമ്മൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കും. അവസാനം അരമണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ അവർ നമ്മളോട് ജോയിൻ ചെയ്യും. അവരൊന്നെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ബിസിനസ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവായുള്ള റെസ്പോൺസ് നമുക്ക് ലഭിക്കും. കാരണം അവര് കൂടുതൽ സംസാരിക്കുക, അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കും. ആളുകൾക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്, അല്ലാണ്ട് ലിസണറായിട്ടിരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. അപ്പൊ നമ്മുടെയാണ് ആവശ്യം എന്നുള്ളത് നമ്മളെന്ത് ചെയ്യുക? നമുക്കാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, നമുക്കാണ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മൾ കേൾക്കുക, അവർ പറഞ്ഞ മൊത്തം നമ്മൾ കേൾക്കുക, കുറച്ച് നമ്മൾ അവരോട് സംസാരിക്കുക. അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 6 കാര്യമുള്ളൂ. 5-ാമത്തെ കാര്യം ഇതാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സംസാരിക്കുക. ഇപ്പോ ഈ ബിസിനസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളും അതെല്ലാം പറയുന്നതിന് പകരം അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്നിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഈ ഐഡിയ, ഈ പ്രോഡക്റ്റ് ആണെങ്കിലും ഈ ബിസിനസ് ആണെങ്കിലും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച്, ഇപ്പൊ നമ്മൾ ചിലപ്പം
അയാൾക്ക് മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും ചെല്ലുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടു. അപ്പൊ അയാൾ ഇങ്ങനെ ചോദിച്ചു എന്ത് പ്രോഡക്റ്റ് ഇരിക്കുന്നതൊക്കെ ചോദിച്ചു. ഞാൻ ഇതിന്റെ പ്രോഡക്റ്റ് ഒക്കെയാണ്, അപ്പൊ മുട്ടുവേദനയുടെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു മുട്ടുവേദന ഉണ്ട് പുള്ളിക്ക്, അപ്പൊ വെരിക്കോസ് വെയിൻ എന്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഉടനെ ഇങ്ങോട്ട് പറയാണ്, ഇല്ല സാറേ അത് പറ്റൂല. അത് എന്നാന്ന് വെച്ചാല് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഈ വെരിക്കോസ് വെയിനും പിന്നെ വയറിന്റെ പ്രശ്നം, പുള്ളിക്ക് പൈൽസ് ഉണ്ട്, അതും ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ചേട്ടന് പൈൽസിന്റെ വിഷയം ഒത്തിരി നാളായിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. അപ്പൊ നമ്മളവളോട് സംസാരിച്ചത് എന്താണ്? സത്യത്തിൽ മുട്ടുവേദനയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. പക്ഷെ അയാൾക്ക് വേണ്ടത് എന്താണ്? അയാൾ വേണമെന്ന് പറയുന്നത് എന്താണ്? പൈൽസിന്റെ, അയാളുടെ ഗട്ടിന്റെ ഇഷ്യൂ പരിഹരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, തിങ്കളാഴ്ച ഞാൻ വരുമ്പോൾ നമുക്ക് കാണാം. ഞാൻ ഇങ്ങോട്ട് പോരാൻ തുടങ്ങുമ്പോഴാണ് കാണുന്നത്. അപ്പൊ അയാളോട് ഇനി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്താണ്? അയാൾക്ക് താല്പര്യമുള്ള കാര്യം എന്താ? അയാളുടെ ഗട്ട് ഹെൽത്ത് തന്നെയാണ് അയാൾക്ക് ഇപ്പൊ ഏറ്റവും താല്പര്യം, അത് പരിഹരിക്കുക എന്നുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അല്ലാണ്ട് അയാള് വയറിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതല്ല ചേട്ടാ, നമ്മൾ കാലിന്റെ പ്രശ്നമല്ലേ പരിഹരിക്കേണ്ടത്, മുട്ടിന്റെ പ്രശ്നമല്ലേ പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നടക്കില്ല. അയാളുടെ പ്രയോറിറ്റി എന്താണ്? അയാളുടെ ഗട്ടിന്റെ പ്രശ്നമാണ് അയാൾക്ക് ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി, അത് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അപ്പൊ അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ സംസാരിക്കും. ഇനി ലാസ്റ്റത്തെ കാര്യം, മറ്റൊരാൾക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ മറ്റൊരാൾക്ക് പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ അയാൾക്ക് പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, സത്യത്തിൽ അത് നമ്മൾ അയാൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അയാൾക്ക് പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാല് ടോക്ക് ഇൻ ടേംസ് ഓഫ് ദ അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്, മേക്ക് ദ അതർ പേഴ്സൺ ഫീൽ ഇമ്പോർട്ടന്റ്. ഇപ്പൊ അയാളുടെ ഇഷ്ടമുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അയാളെ കൊണ്ട് പറയും. രണ്ടാമത് ഈ നമ്മൾ പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്, അത് ചെയ്യേണ്ടതാണ്, അയാൾക്ക് ഫീൽ ചെയ്യണം. മനസ്സിലായോ? അതായത് ഇപ്പം ഈ നമ്മൾ പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ നമ്മൾ അയാളോട് പറയുകയാണ് നിങ്ങൾക്ക് വെരിക്കോസ് വെയിന്റെ ഇഷ്യൂ ഉണ്ട്, പൈൽസിന്റെ ഇഷ്യൂ ഉണ്ട്, പക്ഷെ ഈ വെരിക്കോസ് വെയിന്റെ ഇഷ്യൂ ആണ് ആദ്യം പരിഹരിക്കേണ്ടത് എന്ന് നമ്മൾ അയാളെ ഫീൽ ചെയ്യിപ്പിച്ചാൽ, അയാൾക്കത് ബോധ്യപ്പെട്ടാൽ അയാൾ ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും ആദ്യം വാങ്ങിക്കുക? വെരിക്കോസ് വെയിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സപ്ലിമെന്റ് ആയിരിക്കും അയാൾ വാങ്ങിക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യത്തില് അയാൾക്ക് താല്പര്യമുള്ള കാര്യം നമ്മൾ അയാളെ കൊണ്ട് സംസാരിപ്പിച്ചു, നമ്മളും സംസാരിച്ചു. പക്ഷെ നമ്മൾ പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണെന്ന് അയാൾക്ക് ഫീൽ ചെയ്യും. ഇത് മരുന്നുകൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സപ്ലിമെന്റ് യൂസ് ചെയ്താലാണ് നല്ലത് എന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. അതായത് ഏറ്റവും ഒടുവിൽ സംഭവിക്കേണ്ടത് എന്താണ്? ഡെമോക്രസിയെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്. ഡെമോക്രസി എന്താണ്? ഭരണത്തിലിരിക്കുന്ന ആളുകൾ ജനങ്ങളാണ് തീരുമാനം എടുത്തതെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കുക, അത്രേ ഉള്ളൂ. സത്യത്തിൽ ജനങ്ങളല്ല തീരുമാനം എടുക്കുന്നത്, അല്ലെ? ഇന്ത്യയെ പോലെയുള്ള ഒരു ഇന്ത്യൻ ഡെമോക്രസി ഉള്ള രാജ്യത്ത് ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. സത്യത്തിൽ ജനങ്ങളാകെ ചെയ്യുന്ന വോട്ട് ചെയ്യാൻ മാത്രമാണ്. അവർ സ്പെക്ടേറ്റേഴ്സ് ആണ്. പക്ഷെ നമുക്ക് എന്ത് തോന്നണം? നമ്മളാണ് ഈ തീരുമാനം എടുത്തതെന്ന് നമുക്ക് തോന്നണം. എന്ന് പറഞ്ഞ പോലെ ഈ വ്യക്തിക്ക് തോന്നണം അയാളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുത്തത്. പക്ഷെ നമ്മളെന്താ ചെയ്തേ? നമ്മൾ പൈൽസിനുള്ള സപ്ലിമെന്റ് മേടിക്കാൻ വന്ന ആളെ നമ്മൾ ഏത് സപ്ലിമെന്റ് ആണ് കൊടുത്തത്? അയാളുടെ മുട്ടുവേദനയ്ക്കുള്ളതോ അല്ലെങ്കിൽ അയാളുടെ വെരിക്കോസ് വെയിൻ പരിഹരിക്കാനുള്ളതോ സപ്ലിമെന്റ് ആദ്യം കൊടുത്തു. അപ്പൊ അയാൾക്കും തോന്നുക ഇത് എനിക്ക് വേണ്ടതാണ്. അയാൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്തായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് ഫ്രണ്ട്സിനെ വിൻ ചെയ്യാനുള്ള ചില വഴികളായിട്ട് ഈ ബുക്കിൽ 6 വഴികളാണ് അതിൻ്റെ അകത്ത്. ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു ഞായറാഴ്ച എനിക്ക് പ്രധാനമായിട്ട് ഈ ബുക്കിലെ ചില പോയിന്റുകൾ പറയാനുള്ളത്. അപ്പോ എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കി, നമ്മളെല്ലാവരും മനസ്സിലാക്കി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.